ഹന്നാ റളിയല്ലാഹു അൻഹ അറിയൂലേ? അറിയില്ല. എന്റെ പടച്ചമ്പുരാനെ ഇപ്പൊ ആരോടാ ഇപ്പൊ ഈ വാത് പറയാ? ഇപ്പൊ ഞാൻ തുടക്കം പോലും പറയണല്ലോ ഇത്. ഹന്ന അറിയില്ല, കേട്ടിട്ടുണ്ട്? ഹന്നാ റളിയല്ലാഹു അൻഹ ആരാ ഒന്ന് പറയും. ഇതാ ഇയാള് കുറവുള്ളത് കൊണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഹന്നാ റളിയല്ലാഹു അൻഹ ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായിരുന്നു ഇമ്രാൻ. അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ദീർഘകാലമായിട്ടും മക്കളില്ല. അവസാനം ഇമ്രാൻ എന്ന ഇമാമിന്റെ ഭാര്യയായ ഹന്നാ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് കണ്ണീരൊലിച്ച് ദുആ ചെയ്തിട്ടൊരു നേർച്ചയിട്ടു അത്രേ. അല്ലാഹുവേ, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി. അല്ലാഹുവേ, എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചരണത്തിന് വേണ്ടി നേർച്ചയാക്കുകയാണ് റബ്ബേ എന്ന് മഹദിയായ ഹന്നാ റളിയല്ലാഹു തആല നേർച്ചയാക്കി. അങ്ങനെ ഹന്നാ റളിയല്ലാഹു തആല ഗർഭിണിയായി. ആ ഹന്നാ ബീവിക്കും ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനും പിറന്ന മോളാണ് ആര്? പറ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ എന്ന് പറഞ്ഞാൽ സഹോദരാ, ഒരു ഇമാമിന്റെ കുടുംബനാഥൻ ഇമാമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഇമാമിന്റെ കുടുംബനാഥയായ ഭാര്യയുടെ സ്വഭാവ വിശേഷണങ്ങൾ എന്താ? എന്ത് ദുഃഖം വന്നാലും അല്ലാഹുവിനോട് പറഞ്ഞു ദുആ ചെയ്യുന്ന തഖ്വയുള്ള ഭാര്യ ഹന്ന റളിയല്ലാഹു തആല അൻഹാ ആ ഇമാമിന്റെ ഏറ്റവും പരിശുദ്ധയായ മകളാണ് മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിനെ പേടിക്കുന്ന തഖ്വയുള്ള ഒരു ഇമാമിന്റെ ഒരു മൂല്യാര മകളായാല് മകളും അതേപോലെ തന്നെ പരിശുദ്ധയാവണ്ടേ. ഈ നാട്ടിലെ സാധാരണ പെൺമക്കളെ പോലെ അവൾ ആകാൻ പാടില്ലല്ലോ. ഇമാമായി ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൾ മറിയം റളിയല്ലാഹു അൻഹ ആരെന്നറിയുമോ? ഏറെ വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും എന്നെ കേൾക്കാനെത്തുന്ന +1-നും +2-നും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് പറയാ, നിങ്ങളുടെ റോൾ മോഡൽ മറിയം റളിയല്ലാഹു അൻഹയാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ അടുക്കൽ വരുമ്പോ 14-15 വയസ്സ് പ്രായമെത്തിയ മറിയം ബീവിയോട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് മറിയമിനോട് പറഞ്ഞുവല്ലോ, മറിയമേ ലിയഹബലകി ഗുലാമൻ സഖിയാ, അല്ലാഹു നിനക്കൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു മറിയമേ. ആ സമയത്ത് മറിയം ബീവി എന്ന കൗമാരക്കാരി പെണ്ണ് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി അന്നാ യകൂനു ലീ ഗുലാം, അല്ലാഹുവേ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? വലം യംസസിനി ബശർ, ഇതേവരെ ഒരു പരപുരുഷൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ലല്ലോ. 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പറയാ, ഇതേവരെ ഒരു അന്യ പുരുഷൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, ഞാൻ അതിന് അവസരം കൊടുത്തിട്ടില്ല. കാരണം ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായ ഇമ്രാന്റെ മകളാ. സഹോദരി, ഞാനെന്ന് ചോദിക്കട്ടെ, ഒരു 10-20 വയസ്സിന്റെ ഉള്ളിൽ പ്രായമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇതേവരെ ഒരു അന്യ പുരുഷൻ എന്റെ വിരലിൽ തൊട്ടിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന യോഗ്യതയുള്ള എത്ര പെൺമക്കളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? മറിയം ബീവി പറയാ, ഇമാമിന്റെ മോള് പറയാ, വലം യംസസ്നി ബശർ, എന്നെ ഒരു അന്യ പുരുഷന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. ഒരു 20 വയസ്സുള്ള എത്ര പെൺകുട്ടികൾ പറയും? സെൽഫി എടുക്കുമ്പോ ഏതായാലും തൊട്ടേ പറ്റൂ. സെൽഫി എടുക്കുമ്പോ എന്താ പ്രശ്നം? ഏത് ആൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കാൻ ഒരു പ്രശ്നമില്ല. മറിയമിനെ പോലെ അതാണ് പെണ്ണ്. വലം യംസസ്നി ബശർ, ഇക്കാലം വരെ ഒരു അന്യപുരുഷന്റെ വിരളിൽ തൊട്ടിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയുന്ന പെൺകുട്ടികളെ നമ്മുടെ വീടുകളിൽ മക്കളായി സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ കടമ. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു നമ്മുടെ പെൺമക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഇതുവരെ തൊട്ടിട്ടില്ല എന്ന് പറയണ പെൺപിള്ളേരെ വേണ്ട, പടച്ചോൻ ഇതുവരെ തൊട്ടത് മാത്രമേ ഉള്ളൂ എന്ന് പറയണ പെൺപിള്ളേരെങ്കിലും 10 എണ്ണത്തിന് നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ അതൊരു ഖൈറായാൽ. അള്ളാഹു നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു നമ്മുടെ തലമുറയെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇനി അടുത്ത കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു മഹല്ലിലുള്ള മുഴുവൻ കുടുംബത്തെ ഞാൻ ഖുർആനി എന്ന് പറയാൻ, ചിലപ്പോ കുടുംബത്തിലെ കുടുംബനാഥം മൊയ്ലിയാരായിരിക്കൂല, ചിലപ്പോ എഞ്ചിനീയർ ആയിരിക്കും. ആ എഞ്ചിനീയറിന്റെ കുടുംബമാണ് ആല് ദാവൂദ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാഥീല വജിഫാനിൻ കൽ ജവാബി വഖുദൂരിർ റാസിയാ. തന്റെ കരവിരുത് കൊണ്ട് തന്നെ ആർക്കിടെക്ചർ കൊണ്ട് ഫലസ്തീൻ നഗരത്തെ രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയർ ആയിരുന്ന മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരായിന് ചിലപ്പോ കുടുംബത്തിലെ കുടുംബനായകന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, MLA ആകാം, പഞ്ചായത്ത് മെമ്പർ ആവാം, ഏറ്റവും നല്ല കച്ചവടക്കാരനാവാം. ആ കുടുംബത്തിലെ കുടുംബനാഥൻ ചിലപ്പോ കച്ചവടക്കാരനാവാം. നല്ല ഏലക്ക കച്ചവടവും നെയ് കച്ചവടവും ഒക്കെ ആയേക്കാം. കച്ചവടം ചെയ്യുന്ന ആളുകൾ ഓട് കച്ചവടം, സ്വർണ്ണ കച്ചവടം, അങ്ങനെയൊക്കെ ഓരോ കച്ചവടം ചെയ്യുന്നവരാകാം. ആ കച്ചവടക്കാരന്റെ കുടുംബമാണ് ആലു സുലൈമാൻ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ലോകം കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു സുലൈമാൻ നബി. നിലമ്പൂരിൽ നിന്ന് തേക്ക് വരെ കച്ചവടം ചെയ്ത ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെന്ന്? നിലമ്പൂര് തേക്ക്. വാക്കവിക്ക് വട്ടായിട്ട് പറഞ്ഞല്ലേ ചരിത്രം പഠിക്കും. നിലമ്പൂരിൽ നിന്ന് തേക്ക് കച്ചവടം ചെയ്ത ആളാണ് സുലൈമാൻ നബി. സുലൈമാൻ നബിക്ക് തേക്ക് ഈ മരക്കച്ചവടത്തിന് 2 തുറമുഖം ഉണ്ടായിരുന്നു. ഒന്ന് വാഫാർ, അതാണ് ഇന്നത്തെ ബേപ്പൂർ. അടുത്തത് വേറൊന്ന് പാകിസ്ഥാനിലാണ്. അങ്ങനെ ചരിത്രപരമായി ഇന്ത്യയുമായി ഏറെ ബന്ധമുള്ള ആളുകളാണ് അറബികളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. പിന്നെ നമ്മളോട് ഇപ്പൊ പാകിസ്ഥാനിൽ പോകുമ്പോൾ നമ്മൾ പോകും. ഈ ആളുകൾ പാകിസ്ഥാനിൽ പോകും എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാൻ നമ്മുടെ എന്തോ മക്കയാന്ന് അവരുടെ വിചാരം. പാകിസ്ഥാനും നമ്മൾ തമ്മിൽ എന്താ ബന്ധമുള്ളത്? പാകിസ്ഥാൻ നമ്മുടെ മദീനയാണ്. അങ്ങനെയൊന്നുമല്ല. പാകിസ്ഥാൻ തന്നെ യാതൊരുവിധ സ്ഥിരതയുമില്ലാത്ത, ആഭ്യന്തര കലഹം രൂക്ഷമായ, പട്ടാള അട്ടിമറിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥിരതയില്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോവുക? പാകിസ്ഥാനും മുസ്ലിം സമൂഹം തമ്മിൽ വൈകാരികപരമായോ ആദർശപരമായോ ഒരു ബന്ധവുമില്ല. നമുക്ക് അങ്ങനെ ഒരു ബന്ധമുള്ളത് മക്കയും മദീനയുമായിട്ടാണ്. പ്രവാചകന്മാർ നടന്നുപോയ ജീവിച്ചിരുന്ന നാടുകളുമായിട്ടാണ്. പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാവണില്ല. ശരി, അതായത് ഇന്ന വഴിക്ക് പോട്ടു, നമ്മൾ തൽക്കാലം പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതായാലും സഹോദരങ്ങളെ, കച്ചവടക്കാരന്റെ കുടുംബമാണ് സുലൈമാൻ നബിയുടെ കുടുംബം. ഇനി ഓരോ കുടുംബം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തോന്നും പടച്ചോനെ ഇത് എന്റെ കുടുംബാന്നും കൂടെ തോന്നിപ്പോകും. ഇനി ചില നാടുകളിലെ കുടുംബമാണ് പ്രവാസികളുടെ കുടുംബം, ഗൾഫുകാരന്റെ കുടുംബം. ഇവിടെ ഗൾഫുകാരില്ലേ? കുടുംബനാഥൻ എവിടെയാണ്? ഗൾഫിലാണ്. ഗൾഫുകാരന്റെ കുടുംബം. ആ കുടുംബം ആരുടെ കുടുംബമാണ്? പ്രവാസിയുടെ കുടുംബനായകനാരാ? ആ കുടുംബമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം തന്നെ വിഗ്രഹാരാധകനായ, വിഗ്രഹ കച്ചവടക്കാരനായ, ആദർശപരമായി വ്യതിയാനത്തിൽ നിൽക്കുന്ന പിതാവിനോട് സംവദിച്ചിട്ടാണ് ഇബ്രാഹിം നബി ജീവിച്ചത്. അവസാനം വീട്ടിൽ നിന്ന് സമാധാനമില്ലാതെ കല്യാണം കഴിച്ചു. മഹദിയായ സാറാ റളിയല്ലാഹു അൻഹ. ആ കല്യാണം കഴിച്ചിട്ട് വീട്ടും റബ്ബിന്റെ പരീക്ഷണമാണ്. വിവാഹബന്ധത്തിൽ ഒരു കുട്ടികളില്ലാതെ അവസാനം രണ്ടാമതൊരു വിവാഹം കഴിച്ചതാണ് മഹദിയായ ഹാജർ റളിയല്ലാഹു തആല അൻഹ. കാലാകാലങ്ങളോളം ജീവിച്ച് സായാഹ്ന സമയത്ത് രണ്ടാമത്തെ ഭാര്യയിൽ ഒരു കുഞ്ഞിനെ കിട്ടി. അതാണ് നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. സായാഹ്ന ഘട്ടത്തിൽ, വാർദ്ധക്യ കാലഘട്ടത്തിൽ കാത്തിരുന്ന
കാത്തിരുന്നൊരു മകനെ കിട്ടിയപ്പോ തന്റെ ജീവിതത്തിനൊരു സന്തോഷം കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വെച്ചു കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിക്കാൻ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ പ്രിയപ്പെട്ട ഭാര്യയും ഒക്കത്തിരിക്കുന്ന കുഞ്ഞുമായി വരുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറയോട് ആംഗ്യം കാണിച്ചുവല്ലോ, അവിടെ നിൽക്ക് ഹാജറ. ഹാജർ റളിയല്ലാഹു തആല അവിടെ തന്നെ നിന്നു. അവസാനം അവിടെ നിന്ന് ഇബ്രാഹിം നബി മുമ്പോട്ട് നടക്കുകയാ. ഫലസ്തീനിലേക്ക് നടന്നു പോയി ഇബ്രാഹിം നബി. മനുഷ്യവാസത്തിന്റെ സഹായത്തിനൊരു വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ ചോരമണക്കുന്ന പൈതലിനെ പിടിച്ചു നിൽക്കുമ്പോ കടത്തുവഞ്ചിക്കാരന്റെ തോണി തന്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ ഭർത്താവിന്റെ രൂപം തന്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകാറായപ്പോ ഹാജർ റളിയല്ലാഹു തആല വിളിച്ചു ചോദിച്ചു, അമറക്കല്ലാഹു ബിഹാദാ, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ? ഏറെ കേട്ട് പഴകിയടാവോ, പക്ഷെ അഭിനവകാല സാഹചര്യത്തിൽ ഇത് നാം മനസ്സിലാക്കിയ മതിയാവൂ. മഹാനായ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയി ചോരപൈതലുമായി മരുഭൂമിയിൽ ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ ചെന്നായി കൂട്ടത്തിന്റെ ഇടയിലാണ് മകനെ വളർത്തിയത്. ഉരിയാടാൻ അയൽപക്കക്കാരില്ല, സങ്കടം പറയാൻ രണ്ടാമതൊരാളില്ല. ഏതാണ്ട് 8 വയസ്സാകുന്നത് വരെ ഒരാൾ പോലും സഹായിക്കാനില്ലാതെ ആ പാവപ്പെട്ട പെണ്ണ് ഹാജറ. ആ ഹാജറയാണെങ്കിലോ സൗന്ദര്യമുള്ളവളല്ല, കറുകറുത്ത അമേലു വർഗത്തിൽപ്പെട്ട അടിമപ്പെണ്ണായ ഹാജർ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവില്ലാതെ പൊന്നുമോനെ വളർത്തിക്കൊണ്ടുവന്നു. അവസാനം 8 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനായ ഇബ്രാഹിം നബി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. നേരത്തെ വരുമെന്നുള്ള അറിയിപ്പിനൊന്ന് വാട്സപ്പോ ഫേസ്ബുക്കോ ഫോണൊന്നുമില്ലല്ലോ. നടന്ന് തന്റെ വീടിന്റെ മുമ്പിലെത്തിയ ഇബ്രാഹിം നബി പൈതലായി തന്റെ ഭാര്യയുടെ ഒക്കത്തുപേക്ഷിച്ചു പോയ പൊന്നുമോൻ ഇസ്മായിൽ മുറ്റത്ത് കളിച്ചു നിൽക്കുമ്പോ വന്ന പ്രിയപ്പെട്ട ഉപ്പാനെ കണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓടിച്ചെന്ന് ഉപ്പാന്റെ കൈ പിടിച്ചു. പത്രേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് ഗൾഫുകാരന്റെ കഥയല്ലയോ. എയർപോർട്ടിൽ നിന്ന് കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തവൻ പോയതാണ്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോ ഇസ്മായിൽ നബി ഉപ്പാനെ കണ്ടിട്ട് പോലുമില്ല. അപരിചിതനായൊരു മനുഷ്യൻ മുറ്റത്ത് വന്നപ്പോ നിലവിളിച്ചോടിയില്ല. ഉമ്മാന്റെ അടുക്കൽ പോയി ഉപ്പ വന്നു. ഉമ്മ അടുക്കലേക്ക് വന്ന് ഉപ്പാനെ സ്വീകരിച്ചിരുത്തി. സഹോദരാ, ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഉപ്പ ഇസ്മായിൽ നബി തിരിച്ചറിഞ്ഞതെങ്ങനെയാ? നിരന്തരമായി ഉപ്പാനെ കുറിച്ച് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പൊന്നുമോൻ ഇസ്മായിലിനോട്. മോനെ, നിനക്കൊരു ഉപ്പയുണ്ട് മോനെ, ഫലസ്തീനിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പോയതാ. എന്നെങ്കിലും ഉപ്പ നിന്റെ കൺമണിയെ കാണാൻ വരുമെന്ന് ഉമ്മ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. അവസാനം അന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഭാര്യയോട് പറയാണ്, ഹാജറ, ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടു, നമ്മുടെ മകനെ അറുത്തു കൊടുക്കാൻ. എന്താ പ്രതികരണം? 8 വർഷം കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് പറയാ, തലയറുക്കാൻ പറഞ്ഞു വാപ്പ. ആ ഉമ്മ അല്ല ആരുടെ? മകന്റെ. ഏത് പെണ്ണും കണക്ക് പറയും. പോയിട്ടേ 8 വർഷം റേഷനരി മേടിച്ച് വളർത്തിയതാരാ? ഞാനാണ്. ആ സമയത്ത് ഏതൊരു ഭാര്യയും കണക്ക് പറയുക ചെയ്യുക. പക്ഷേ ഹാജർ എന്ന പ്രവാസിയുടെ ഭാര്യ എന്ത് ചെയ്തെന്നറിയോ? അള്ളാഹുവിന്റെ കൽപ്പനയാണോ ചെയ്തു കൊള്ളുക. പൊന്നുമോനോട് ചോദിച്ചു, മോനെ, എന്താ നിന്റെ അഭിപ്രായം? എന്റെ വാപ്പ, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ പ്രാവർത്തികമാക്കിക്കൊള്ളുക. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു കയ്യിൽ മൂർച്ചയുള്ള പിച്ചാത്തിയും മറുകയിൽ പൊന്നുമോനെയും പിടിച്ച് ഭർത്താവ് കരിമ്പാറക്കെട്ടിന്റെ മലയിലേക്ക് പോയപ്പോ വാതിൽപ്പടിയിൽ ഇത് കണ്ടു നിൽക്കുന്നുണ്ട് നൊന്തു പ്രസവിച്ച ഉമ്മ ഹാജറ. നെഞ്ചത്തടിച്ച് നിലവിളിച്ചില്ല, ആകുലതയോടെ വിളിച്ചു പറഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട മകനെ കഴുത്തിറക്കാൻ ഭർത്താവ് പോയപ്പോ വാതിൽപ്പടിയിൽ കണ്ണുനീർ തുളുമ്പാറെ കണ്ടു നിന്ന ഹാജറ. അപ്പോഴാണ് ആ മറുഭാഗത്ത് അടുത്ത ചരിത്രം പിറക്കുന്നത്. മരുമ്പാറക്കെട്ടിലും മരത്തി കിടത്തിയ വാപ്പയോട് മകൻ പറയുന്നു, വാപ്പാ, എന്നെ കമഴ്ത്തിയിട്ടിട്ട് അറുക്കുമോ? എന്തേ മോനെ? എന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാക്ക് എന്റെ കഴുത്ത്
കഴുത്തറക്കാൻ കഴിയില്ല വാപ്പാ. രണ്ടാമതെന്നെ അറുക്കുമ്പോ എന്റെ കയ്യും കാലും വെട്ടി മുറിച്ചു വന്നായി, കയ്യും കാലും വെട്ടി വന്നായി വരിഞ്ഞു മുറുക്കണേ. എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് വേദന കൊണ്ട് ഞാൻ പിടയുമ്പോ എന്റെ പിടച്ചില് കണ്ട ഉപ്പാ കറുക്കല് പൂർത്തിയാക്കാൻ കഴിയില്ല ഉപ്പാ. മൂന്നാമത് പറഞ്ഞ് എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്, എന്റെ പൊന്നുമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത്. സഹോദരാ, ഞാനെന്ന് ചോദിക്കട്ടെ, അറുക്കാമെന്ന വാപ്പാടെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് ഇപ്രകാരം പറയുന്ന ഒരു മകനെ ഇബ്രാഹിം നബിക്ക് കൊടുത്തതാലെന്നറിയോ? വാപ്പയില്ലാത്ത സമയത്ത് മകനെ അടുത്തിരുത്തിയിട്ട് മോനെ വാപ്പാനെ ശപിക്കല്ല മോനെ. നമ്മുടെ വാപ്പ ഫലസ്തീനിലേക്ക് പോയത് ഉമ്മ ഉപേക്ഷിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഉപ്പയെ കുറിച്ച്, ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് മകന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉപ്പാനെ സൃഷ്ടിച്ചു വെച്ച ഒരു ഭാര്യയുണ്ട്. ഭാര്യയാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹാ. നമ്മുടെ വീട്ടിലെ പെണ്ണും ഇതുപോലെയാവണം. മുനെ ഹാജറെ പോലെ ഓരോ സമയത്തും മക്കൾക്ക് ഭക്ഷണം മടിയിലെടുത്ത് വാരി കൊടുക്കുമ്പോ, മക്കളെ ഈ ഭക്ഷണം ഏടെന്നറിയോ? നിന്റെ വാപ്പ സൗദി അറേബ്യയിൽ വല്ലാതെ പൊരിവെയിലത്ത് കിടന്ന് കട്ടപ്പെട്ടയക്കുന്ന ഭക്ഷണമാണ് മോളെ. ഈ ഭക്ഷണം നമ്മുടെ വാപ്പ എളമ്പള്ളൂർ ടൗണില് രാപ്പകലില്ലാതെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണിത്. അതുകൊണ്ട് വാപ്പാനെ മറന്നു പോകരുത്. ഇത് വാപ്പ മത്സ്യ കച്ചവടം നടത്തി കട്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണിത്. ഓരോ പ്രാവശ്യവും ഭക്ഷണം വാരി മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ വാപ്പാടെ കട്ടപ്പാടിനെ കുറിച്ചും മക്കളുടെ ഹൃദയത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഹാജറെ പോലൊരു പെണ്ണിനെ ഏത് കുടുംബത്തിൽ കിട്ടിയോ ആ കുടുംബമാണ് വഅലാ ആലി ഇബ്രാഹീം. അതാണ് മാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ആമീൻ പറയണില്ലല്ല. നിങ്ങൾ ഉറങ്ങാണ്, ഉറങ്ങാൻ സമയായ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങിയ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ഇബ്രാഹിം നബിയുടെ ഭാര്യ പ്രവാസിയുടെ കുടുംബം. 8 വർഷം എന്ന് കഴിഞ്ഞപ്പോൾ എന്താ മോൻ അങ്ങനെ ഇരിക്കുന്നു. ഉപ്പാന്റെ കൈ പിടിച്ച് ഉപ്പ കേറുവാ ഉപ്പ. അതാണ് ഗൾഫുകാരന്റെ ഭാര്യ. ഇപ്പൊ അങ്ങനെയാണോ? വാപ്പ അങ്ങോട്ട് പോയി 8 വർഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോ വാപ്പാക്ക് ഷുഗർ പിടിച്ച് പ്രഷർ പിടിച്ച് കവളൊക്കെ ഒട്ടി വരുമ്പോ പിന്നെ ആർക്കും വേണ്ട അവന്. വാപ്പാനെ പിന്നെ ആർക്കും വേണ്ട. എന്നാ വാപ്പാടെ മുതുക് കുനിഞ്ഞു പോയത് നമ്മളെ വളർത്താനുള്ള ഭാരം മുതുകി വെച്ചിട്ടാന്ന് ആരും ചിന്തിക്കൂല. വാപ്പ ആർക്കൊരു പ്രശ്നമില്ല. ആണോ? വാപ്പായെ കുറിച്ച് ആരെങ്കിലും പറയാറുണ്ട്? ഇല്ല. നമ്മുടെ ബിന്യാമീന്റെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. ആ നോവലില് ഗൾഫിൽ പോയ വാപ്പ തിരിച്ചു വരികയാണ്. കുറെ വർഷം കഴിഞ്ഞാൽ വരിക. ഷുഗറും പ്രഷറും ഒക്കെ പിടിച്ച് ആടിനെ മേയ്ക്കാനൊക്കെ പോയി ആള് മെലിഞ്ഞുണങ്ങി. അപ്പൊ മുറ്റത്തിരുന്ന് കുട്ടി കളിക്കുകയാണ്. ഇയാള് ഗൾഫിൽ നിന്ന് കയറ്റി വിട്ടതാണ്. വന്ന് കയറിയപ്പോ മോൻ കണ്ടു. ഓടിച്ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരു യാചകം വന്ന് നിൽക്കുന്നു. അപ്പൊ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോ ഭർത്താവാണ്, ഗൾഫിൽ പോയതാണ്. അവിടെ പോയി അധ്വാനിച്ച് ശരീരം മുഴുവനും മെലിഞ്ഞുണങ്ങി കയറ്റി വിട്ടതാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ അത് ഭിക്ഷക്കാരനല്ല, മോന്റെ ഉപ്പയാണ്. അപ്പൊ കുട്ടി പറഞ്ഞൊരു വാക്ക് ബിന്യാമിൻ ആടുജീവിതത്തിൽ എഴുതുന്നുണ്ട്. അപ്പൊ ഉപ്പ ഗൾഫിലോട്ട് പോയ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ വീടിന്റെ ഭിത്തിയിൽ വെച്ചിട്ടുണ്ട്. കുട്ടി ആ ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഉപ്പാനെ മതി, ഫോട്ടോയിൽ കാണുന്ന ഉപ്പാനെ മതി, ഈ ഉപ്പ എനിക്ക് വേണ്ട. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഫോട്ടോയിൽ കാണുന്ന നല്ല സിംപ്ലനായ ഉപ്പാനെ മതി, എനിക്ക് ഈ കാണുന്ന മെലിഞ്ഞുണങ്ങി ഉപ്പാനെ എനിക്ക് വേണ്ട. ഇതാണ് ഉപ്പ. ഉമ്മയെ കുറിച്ച് എല്ലാവരും പാടില്ല എന്നല്ല, അതിവൈകാരികമായി പറയുമ്പോ ആരും പറയാതെ വീട്ടിൽ അറിയാതിരിക്കുന്ന ഒരു മെഴുകുതിരിയുണ്ട്. കത്തി 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 ഉരുകിപ്പോയൊരു മെഴുകുതിരി. ആ മെഴുകുതിരിയാണ് വാപ്പ. എന്നാ വാപ്പയെ കുറിച്ച് ആരും പറയൂല. പറയോ? സമയത്രയപ്പോ സമയത്രയ പ്രസിഡന്റ് 10:30. വാച്ചിലാണോ നോക്കിയത് അതോ മൊബൈലിലോ?
മൊബൈലല്ല, വാച്ചിൽ നോക്കി. മൊബൈൽ ഇപ്പോഴല്ല. എത്ര സമയം? 10:30. ഞാൻ സമയമായോന്ന് ചോദിക്കാൻ പറഞ്ഞല്ല. ഇപ്പൊ നിങ്ങൾ വാച്ചിൽ നോക്കിയപ്പോ സമയം ചോദിച്ചോ, നിങ്ങൾ 10:30, 10:30 അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയത് ഏതാ? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി. 10:30 മണിക്കൂർ സൂചി നിങ്ങൾ നോക്കി, മിനിറ്റ് സൂചി 10. മണിക്കൂർ സൂചി 10-ലുണ്ട്, മിനിറ്റ് സൂചി 30-ലുണ്ട്. എന്നാ അതിനകത്ത് കറങ്ങണ വേറൊരു സൂചിയില്ലേ, സെക്കൻഡ് സൂചി. ആ സെക്കൻഡ് സൂചി കറങ്ങിയാലല്ലേ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും കറങ്ങും. ആ സെക്കൻഡ് സൂചി എന്നാ നിങ്ങൾ നോക്കിയ ഇല്ലല്ലോ. അതാണ് വാപ്പ. ആ സെക്കൻഡ് സൂചിയാണ് വാപ്പ. സെക്കൻഡ് സൂചി ഇല്ലാത്ത വാച്ച് മക്കൾക്ക് മേടിച്ചു കൊടുക്കരുത്, അവിടെ പിന്നെ വാപ്പാക്ക് സ്ഥലം ഉണ്ടാവില്ല. ഈ സെക്കൻഡ് സൂചിയാണ് വാപ്പ. വാപ്പായെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം വാപ്പ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സൂചിയാ. എല്ലാവരും നോക്കുമ്പോ കാണുന്ന മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയാണ്. പക്ഷെ ഈ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് ഈ മണിക്കൂർ സൂചി കറങ്ങുന്നതെന്ന് ആരും പറയൂല. ഉമ്മാന്റെ സ്ഥലങ്ങളിൽ മുലപ്പാൽ ഉണ്ടായതേ വാപ്പ മൺവെട്ടിയും കൊണ്ടുപോയി കിളച്ചിട്ട് വൈകുന്നേരം കൊണ്ടുവന്ന് കൊടുത്ത പൈസ കൊണ്ട് ഉമ്മ ഭക്ഷണം കഴിച്ചപ്പോഴാണ്. ഉമ്മാന്റെ മുലപ്പാലിനെ കുറിച്ച് എല്ലാരും പറയും, പക്ഷേ കുന്താലി എടുത്ത് കളച്ച വാപ്പ എടുത്തുണ്ടാവില്ല. ഇതാണ് വാപ്പ. യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ ചലിപ്പിച്ചത് ഈ വാപ്പയാണ്. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് പോയത് വാപ്പയാണ്. എടാ മോനെ, നീ ഇന്ന് അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ്. വാപ്പ വെയിൽ കൊണ്ടപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ തണലത്ത് നിൽക്കാൻ പഠിച്ചത്. വഅലാ ആലി ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ ഓരോ കുടുംബത്തെയും അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചില കുടുംബങ്ങളിൽ ഇനിയും കുറെ കുടുംബത്തെ പറയാനുണ്ട്. ചില കുടുംബങ്ങളിൽ വാപ്പ നല്ല മനുഷ്യനാവാം, പക്ഷേ ഉമ്മ ഭർത്താവ് നല്ലവനാകാം, പക്ഷേ ഭാര്യ വളരെ മോശപ്പെട്ട ഭാര്യയാവാം. അങ്ങനെയുള്ള കുടുംബമാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. നൂഹ് നബി സ്വാലിഹാൻ, പക്ഷേ നൂഹ് നബിയുടെ ഭാര്യയോ ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിന വഇംറഅത ലൂത്ത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ നാളെ അവിശ്വാസികളുടെ നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇനി ചില വീട്ടിൽ വാപ്പയും നല്ലതാവും, ഉമ്മയും നല്ലതാവും, മക്കള് നല്ല മക്കളാവും, പക്ഷെ ചില മക്കൾ നേരെ സ്വഭാവം തലതിരിഞ്ഞാവും. വാപ്പാന്റെ ഉമ്മാന്റെയും ഏറ്റവും വലിയ ദുഃഖം ആ സ്വഭാവ മോശമുള്ള മകന്റെ പേരിലായിരിക്കും. അങ്ങനെ ചില കുടുംബങ്ങൾ ഉണ്ടാവാം. വാപ്പയും നല്ല മനുഷ്യനാണ്, ഉമ്മയും നല്ല മനുഷ്യനാണ്, പക്ഷെ വാപ്പാന്റെ ഉമ്മാന്റെ മക്കൾ, ചില മക്കള് നല്ല മക്കളാ, കുഴപ്പമില്ല, എന്നാലും ഒരെണ്ണം മതി ആ വീടിന്റെ സ്വസ്ഥത കെടുത്തു കളയാൻ. അങ്ങനെയുള്ള ഒരു കഥ പറഞ്ഞിട്ടാണ് അല്ലാഹു മനുഷ്യ ജീവിതത്തിന്റെ കഥ പറയുക. അതാരുടെ കുടുംബമാണ്? ശ്രദ്ധിച്ച് കേട്ടോളൂ. ആരെ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ഖുർആൻ സൂറത്തുൽ മാഇദ. ഞാൻ ഈ പറയുന്ന മുഴുവനും ഖുർആനാണ്. ഖുർആൻ സൂറത്തുൽ മാഇദ. ഇവിടെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ് കാബീലും ഹാബീലും. മൂത്ത സഹോദരനാണ് കാബീൽ, ഇളയ സഹോദരനാണ് ഹാബീൽ. പക്ഷേ മൂത്ത ജ്യേഷ്ഠ സഹോദരനായ കാബീലിന് അനുജനായ തന്റെ സ്വന്തം സഹോദരനായ ഹാബീലിനോട് വല്ലാത്ത അസൂയയായി. ആ അസൂയ മൂത്തു പകയിലോട്ടെത്തിയപ്പോ
അവസാനം ജേട്ടനായ കാബീൽ അനുജനായ ഹാബീലിനെ കൊല്ലാൻ തീരുമാനിച്ചു അത്രേ. നിരപരാധിയായ നിസ്സഹായനായ തന്റെ അനുജനായ ഹാബീലിനെ കൊല്ലാൻ ഒട്ടകത്തിന്റെ തോളെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് അനുജന്റെ തലയിലടിച്ചു കൊല്ലാൻ പോയപ്പോ ആ സമയത്ത് മഹാനായ ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇളയ സഹോദരനായ ഹാബീൽ തന്നെ കൊല്ലാൻ വരുന്ന ജേട്ടനായ കാബീലിനോട് പറയുന്ന ഒരു വാക്ക് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ജേട്ട സഹോദരനായ കാബീൽ ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് തന്റെ തലയിലേക്ക് അടിക്കാൻ വന്നപ്പോ മഹാനായ സഹോദരനായ ഹാബീൽ പറയാ ലഇംബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തിന യദിയ ഇലൈക ലിയഖ്തുലക ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അനുജനായ ഹാബീൽ പറയാണ് ജേട്ടാ നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി ഒട്ടകത്തിന്റെ തോളണ്ട് കൊണ്ട് എന്റെ തലയടിച്ചു പൊളിച്ചാലും എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എന്റെ തലയടിച്ചു പൊളിച്ചാലും നിങ്ങളുടെ നേരെ എന്റെ ചെറുവിരൽ പോലും ഞാൻ ഉയർത്തില്ല ചേട്ടാ. എന്റെ പ്രിയപ്പെട്ട ഈ കാക്ക നിങ്ങൾ എന്റെ തലയടിച്ചു പൊളിച്ചാലും നിങ്ങൾക്കെതിരെ ഞാൻ എന്റെ കൈ ഉയർത്തുക പോലുമില്ല. എന്തുകൊണ്ടെന്നറിയോ? എനിക്ക് നിങ്ങളോട് എതിരിടാൻ സാമർഥ്യമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് പകരം ചോദിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല, എനിക്ക് ആൾബലമോ സമ്പത്തോ ഇല്ലാത്തത് കൊണ്ടല്ല. നിസ്സഹായനായ നിരപരാധിയായ എന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല. കാരണം എന്തെന്നറിയോ? എനിക്കത് കഴിയാത്തത് കൊണ്ടല്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എനിക്കെന്റെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിൽക്കാൻ പേടിയാ. എന്റെ ചേട്ടാ നാളെ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പിൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ ഹാജരാക്കപ്പെടുകയില്ലേ? ആ സമയത്ത് എനിക്കെന്റെ റബ്ബിനോട് സമാധാനം പറയാനില്ലല്ലോ. സഹോദരങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവാറില്ലേ? വാപ്പ മരിച്ചു പോയാലും ഉമ്മ മരിച്ചു പോയാലും സ്വത്ത് തർക്കമുണ്ടാവാറില്ലേ? ആ സമയത്ത് ഇളയ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? വാപ്പ മരിച്ചാല് പിന്നെ ഇളയ സഹോദരങ്ങൾക്ക് വേണ്ട രീതിയിൽ ഭാഗം വെച്ച് കൊടുക്കരുത്. ജേഷ്ഠ സഹോദരന്റെ കടമയാണ്. അത് ചെയ്യാതെ കയ്യൂക്കുള്ള സഹോദരങ്ങൾ തനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തുകൾ കൈക്കലാക്കാൻ ശ്രമിച്ചാൽ ആ സമയത്ത് നിങ്ങൾ വാശിയോടെ കോടതിയിൽ കയറി ഇറങ്ങല്ലേ. നിങ്ങളുടെ തർക്കങ്ങൾ പള്ളി കമ്മിറ്റികളിൽ വരല്ലേ. ആ സമയത്ത് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ ജേഷ്ഠ സഹോദരൻ എല്ലാം കവർന്നെടുക്കുകയാണോ? പറയണം ചേട്ടാ എനിക്ക് പരാതിയില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തുകൊള്ളൂ, എനിക്ക് കിട്ടാനുള്ളത് നാളെ ഞാൻ പടച്ചറപ്പിന്റെ കോടതിയിൽ വാങ്ങിച്ചോളാം. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എനിക്കെന്റെ സർവലോക രക്ഷിതാവിനെ പേടിയാ. സഹോദരങ്ങൾ തമ്മിൽ വഴക്കണ്ടായി. വാപ്പ മരിച്ചു, ബാക്കിയുള്ള വാപ്പാടെ സ്വത്ത് ഉമ്മാടെ സ്വത്ത് സഹോദരങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കൽ ജേഷ്ഠ സഹോദരന്റെ കടമയാണ്. അത് ചെയ്യാതെ ജേഷ്ഠനെല്ലാം കൈക്കലാക്കാനാണ് ശ്രമിക്കണതെങ്കിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച പാഠം ഇളയ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണോ? ഇല്ലെടുത്തോളി, എനിക്ക് വേണ്ട. നിങ്ങളിപ്പോ എന്നെ എന്ത് ചെയ്താലും ഞാൻ തിരിച്ചു ചെയ്യാനുമില്ല. നാളെ അള്ളാഹുടെ കോടതി വരുമല്ലോ, അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് കാണും. ഇതാണ് നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ. അള്ളാഹു മനസ്സിലാക്കാൻ പോലെ നൽകട്ടെ. അതത്ര വലിയ ദഹിച്ചില്ല എന്ന് തോന്നുന്നു. അതത്ര അങ്ങ് ദഹിച്ചില്ല എന്ന് തോന്നുന്നു ആമീൻ കേട്ടിട്ട്. ഞാൻ പറഞ്ഞത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ച പാഠമാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ചേട്ടാ എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ. എന്തുകൊണ്ടെന്നറിയോ? എനിക്ക് നിങ്ങളോട് തിരിച്ചടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. ഞാൻ നിങ്ങളും തമ്മിൽ അങ്ങാടിയിൽ കിടന്ന് വഴക്കുണ്ടായാൽ അത് കണ്ടിട്ട് കണ്ണുനീരൊടുകുന്നത് എന്റെ ഉപ്പാന്റെ കണ്ണിലാണ്, എന്റെ ഉമ്മാന്റെ കണ്ണുനീരാണ് ഒടുകുക. നൊന്തു പ്രസവിച്ച മക്കള് തമ്മിലടിക്കുന്ന ഗടി കാണുമ്പോ ഉമ്മാന്റെ ഉപ്പാന്റെ കരളാണ് പിടയാ. അതുകൊണ്ട് ഞാനില്ല, ഇവിടെ വെച്ച് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ എന്റെ പടച്ചറപ്പിന്റെ കോടതിയിൽ
എനിക്ക് പറയാനുള്ള ആവലാതി പറഞ്ഞോളാം എന്ന് പറയുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അള്ളാഹു അങ്ങനെ പറയാൻ തൗഫീക്ക് നൽകട്ടെ. ഓ, ഇത് മാത്രം എൻ്റെ പൊന്നു വാക്കവി വലിയ പാടാണ്. ഇതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ച, അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത് അങ്ങനെ ചിന്തിച്ചൂടെ? ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് ഈ പെണ്ണുങ്ങളോട് കൂടിയാണ്. സഹോദരങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി, നിന്റെ ഭർത്താവും ഭർത്താവിന്റെ ജേട്ടനും തമ്മിൽ തർക്കമുണ്ടായി. ആ സമയത്ത് നിങ്ങൾ സ്ക്രൂ തിരുകാൻ പോവരുത്. പെണ്ണുങ്ങൾ എന്ത് ചെയ്യരുത്? സ്ക്രൂ തിരുകാൻ പോവരുത്. ജേട്ടനെല്ലാം വെട്ടിപ്പിടിച്ചോണ്ട് വരിക, നിങ്ങൾ എന്താ ഓഞ്ഞാൻ കണിയാനായിട്ട് ഇങ്ങനെ കൊടുക്കുക ഹൈക്കോടതിയിലേക്ക്, അല്ല പോലീസ് സ്റ്റേഷനിൽ പോകാം. ആ കാര്യത്തിൽ ഭാര്യമാർ ഇടപെടുകയെ ചെയ്യരുതെന്നാണ് ഖുർആന്റെ നിയമം. ഖുർആൻ പഠിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലി ചോദിക്കോളി. അവര് സഹോദരങ്ങൾ തമ്മിലാണ് വഴക്ക്. ആ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോ നിങ്ങൾ അവരെ മുപ്പിക്കാൻ വേണ്ടി പോകണ്ട. നിങ്ങൾക്ക് അതിനകത്ത് കാര്യമില്ല. അള്ളാഹു അല്ലേ എല്ലാവർക്കും തരിക. കൊണ്ടുപോയവരൊക്കെ വലിയ ആളുകളായിട്ട് തിന്നിട്ടുണ്ടോ? ഇല്ല. അതിൽ സ്ത്രീകൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചെയ്ത്, നിങ്ങൾ സഹോദരങ്ങൾ, നിങ്ങൾ എന്ത് പറയണം? നല്ല പെണ്ണാണെ പറയണം, നിങ്ങൾ ഒരു ഉമ്മാന്റെ മക്കൾ, ഒരു ഉപ്പാന്റെ മക്കൾ, നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ പറഞ്ഞു തീർത്തോളൂ, നമ്മളതിനകത്തോട്ടില്ല. അല്ലാതെ ഭർത്താവ് വീട്ടിൽ വരും, ആ സമയത്ത് കിടക്കാൻ സമയത്ത് ഇവിടെ തോണ്ടല്ല, അവിടെ അപ്പൊ ഭർത്താവ് പറയും, എടി അള്ളാടെ കോടതി നമുക്ക് അവിടെ മേടിച്ചിട്ട് എന്ത് കാര്യം? അവിടെയാണ് നമ്മൾ തിന്നാനുള്ളൂ. 3 പെമ്മക്കളെ കെട്ടിച്ചു വിടണ്ട്. പെണ്ണുങ്ങൾ അതിനകത്ത് ഇടപെട്ടാൽ കുടുംബ ബന്ധങ്ങൾ സങ്കീർണമാവും. ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ മക്കൾ കിടന്ന് തമ്മി തല്ലിച്ചാവും. സഹോദര സഹോദരി, നമുക്ക് ഇവിടെ മല്ല വലുത്, നമുക്ക് വലുത് ആഖിറമാണ്. അവിടെ നമുക്ക് ആവശ്യത്തിലധികം കിട്ടിയോ അള്ളാഹു നമുക്ക് സ്വർഗം തരും. ഇവിടെ ഇപ്പൊ അതിനു മാത്രം നമുക്ക് എന്തിനാണ്? അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏതൊരു കുടുംബ ബന്ധത്തിന്റെയും അടിസ്ഥാനം എന്താ? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എനിക്കെന്റെ അള്ളാഹുവിനെ പേടിയാ. പടച്ച റബ്ബിനെ പേടിച്ചിട്ട് ജീവിക്കാൻ കഴിഞ്ഞാല് ഒരു ഭാര്യക്കും ഭർത്താവിന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ എപ്പോഴും കഴിയുന്നു. ഈ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ല. നാളെ പരലോകത്തിലെ ഭാര്യയും മക്കളുമായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ളതാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. ഏത് സൂറത്തിലെ ആയത്ത്? യാസീൻ ഓതുമ്പോൾ നമ്മൾ ഓതാറില്ല. എന്നതിന് അർത്ഥം ഹും അവരും വഅസ്വാജുഹും അവരുടെ ഭാര്യമാരും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർണ്ണക്കട്ടിൽ അവര് ചാരിയിരിക്കുമത്രേ. ലഹു ഫീഹാ ഫാകിഹത്തുൻ. അവരാഗ്രഹിച്ച പഴവർഗ്ഗങ്ങൾ അവരുടെ മുമ്പിൽ വരും. വലഹും മാ യദ്ഊൻ. അവര് മനസ്സുകൊണ്ട് ചോദിച്ചതല്ല, അള്ളാഹു അവർക്ക് വാരി കോരി കൊടുക്കുന്നത് അന്നാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. യാസീൻ ഓതുമ്പോ ഓർക്കണം, പടച്ചോനെ ഇതിന്റെയൊക്കെ അർത്ഥം ഇങ്ങനെയാണ്. മരിച്ചവന്റെ അടുക്കൽ എന്നിട്ട് യാസീൻ ഓതുമ്പോ എന്താ? അവർ എന്ന് പറഞ്ഞാൽ നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നാണ് പറയണത്. നമ്മുടെ യാസീനോത്ത് അർത്ഥം വല്ല ഓർത്തിട്ടാണോ? നമ്മുടെ യാസീനോദൽ എന്ന് പറഞ്ഞാൽ 1.5 ഓതലാണ് അല്ലേ? ഒരു പോക്കൻ അതിന്റെ ഇടയിൽ മോള് ചായ കൊണ്ട് വരും. അത് വാപ്പാക്ക് കൊടുത്തേരെ, അപ്പുറത്തോട്ട് കൊടുത്തേരെ. ഇതിന്റെ ഇടയിൽ നമ്മൾ നാക്കൊണ്ട് ഓതുകയും ചെയ്യും, കൈകൊണ്ട് 4 വർത്താനവും പറയും. സഹോദര, ഖുർആൻ ആ ഖുർആൻ അർത്ഥമറിഞ്ഞു പാരായണം ചെയ്യാനുള്ളതാണ്. ആ ഖുർആൻ നിയമമനുസരിച്ച് പാരായണം ചെയ്യാനുള്ളതാണ്. വറത്തിലിൽ ഖുർആന തർത്തീലാ. ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യണം. ഖുർആൻ ഓതുന്നതിന് നിയമമുണ്ട്. നമ്മൾ ഓതും പോലെ അല്ല. നമ്മൾ ഓതും പോലെ ഓതി എന്ത് പതിവ്? ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലി വഖഅതിഹാ കാദിബ.
ഖുർആൻ ഓതുന്നതിന് നിയമമുണ്ട്. ആ നിയമം പഠിക്കണം, പഠിച്ചേ മതിയാവും. തജ്വീദ് പഠിച്ചിട്ട് ഖുർആൻ ഓതണം, അത് നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര സഹോദരി, ഭാര്യ ഭർത്താവ് വാപ്പ മക്കൾ എന്നത് ഇവിടെ മരിച്ചു പള്ളിക്കാട്ടി കൊണ്ടുപോയി അടക്കിയാൽ അതോടെ അവസാനിക്കേണ്ടതല്ല. ഇതേ ഭാര്യയും ഇതേ മക്കളും ഇതേ കുടുംബവുമായി നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ് നാം എന്ന ബോധത്തോടെ ഇവിടെ വെച്ച് ജീവിക്കണം. അല്ലാതെ മരണത്തോടെ എല്ലാം അവസാനിക്കില്ല. അവസാനിക്കോ? ഇവിടെ അടിപിടി കൂടി കലഹുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ജീവിച്ചാൽ മതിയോ? പോരാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കുടുംബത്തിന്റെ ഉള്ളിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത്, പടച്ചോനെ നാളെ പരലോകത്ത് ഞങ്ങൾ ഇതേപോലെ നിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്ന ആഗ്രഹം ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും ജീവിച്ചിരിക്കുന്ന വീട്ടിലേക്ക് ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും രണ്ടുപേരും കൂടെ ജീവിക്കുന്ന വീട്ടിലേക്ക് ഒരിക്കൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വന്നു. വീട്ടിന്റെ അകത്തോട്ട് കയറി ഉമർ റളിയല്ലാഹു അൻഹു കയറിയപ്പോഴേ മനസ്സിലായി ഈ വീട്ടിൽ ഇന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പട്ടിണിയാണ്. അല്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി ഇന്നലെയും ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പട്ടിണിയാണ്. ഒരല്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഒരാഴ്ചയായി വീട്ടിൽ ഒരു ഭക്ഷണവും ഉണ്ടാക്കിയിട്ടില്ല. ആരുടെ വീട്ടിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ. ഇനി നിങ്ങൾ ഈ ചരിത്രത്തെ ഒന്നുകൂടി ഒന്ന് തിരിച്ചു നോക്കി. ഹഫ്സ റളിയല്ലാഹു തആല ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാ? ഭാര്യ. ഉമർ റളിയല്ലാഹുവിന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമാണ്. എന്ന് പറഞ്ഞാൽ തന്റെ മകളും മരുമകനും കൂടി ജീവിക്കുന്ന വീട്ടിൽ അവരുടെ വിശേഷങ്ങൾ അറിയാൻ ഭാര്യയുടെ ഉപ്പ കടന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. മകളും മരുമകനും കൂടെ ജീവിക്കുന്ന വീട്ടിൽ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി അമ്മോശം കാക്ക വന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയാം. ഇവിടെ എന്താ പറയാ? ഭാര്യയുടെ വാപ്പാക്കെന്നാ പറയാ? മാമ. നമ്മുടെ മാമ വന്നു എന്ന് കരുതുക. എന്താ അവസ്ഥ? മാമ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ മനസ്സിലായി ഇന്നത്തെ വീട്ടില് എന്റെ മോള് പട്ടിണിയിലാണ്. അല്പം കൂടെ അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി ഇന്നലെ എന്റെ മോള് പട്ടിണിയിലാണ്. അല്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി ഒരാഴ്ചയായിട്ട് എന്റെ മകള് പട്ടിണിയിലാണ്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ പോയപ്പോ ഒരാഴ്ചയായിട്ട് നമ്മുടെ മോള് പച്ചവെള്ളം കുടിക്കാനുള്ള ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായത് നമ്മൾ സ്വാഭാവികമായിട്ട്, ഞാനും ഒരു വാപ്പയാണ്, നിങ്ങളും വാപ്പയാണ്, എന്താ ചെയ്യുക? വിളിച്ചോണ്ട് പോകും അല്ലേ? സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും? മോളെ, വാപ്പാക്ക് പട്ടിണിയൊന്നുമില്ല മോളെ വീട്ടിൽ, നീ ഇവന്റെ കൂടെ പട്ടിണി കിടക്കണ്ട, മോളെ എന്ത് ചെയ്യും? വിളിച്ചോണ്ട് പോകും. ഉറപ്പാണ്. ഞാൻ അടുത്ത സമയത്തൊരു വാപ്പാനെ കണ്ടു. ഈ ഒരു 10-12 വർഷമായിട്ട് അവരെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മോളൊക്കെ എന്ത് ചെയ്യുന്നു? വിശേഷം ചോദിച്ചു. മോളൊക്കെ എന്ത് ചെയ്യുന്നു? സുഖ ഉസ്താദെ, കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷെ പോയ വീട്ടിൽ അത്ര റാഹത്തില്ല. ഞാൻ ഇപ്പൊ എന്റെ മോളെ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. എനിക്കൊരു 12 വർഷം മുമ്പേ അവരറിയാം. വളരെ സാധുക്കളായിരുന്നു. ഇത്തിരി പൈസയൊക്കെയായി. ഞാൻ വെച്ചാൽ എന്താ കഥ? അത് അവന്റെ വീട്ടിൽ ഒരു AC ഒന്നും ഇല്ല റൂമിൽ. എന്നോട് പറഞ്ഞ അവന്റെ വീട്ടിലെ റൂമിൽ AC ഒന്നും ഇല്ല. എന്റെ മോക്കത് പറ്റൂല. ഞാൻ ഇങ്ങ് വിളിച്ചപ്പോ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിരിക്കാം, മരുമോന് ഇപ്പൊ ഇങ്ങോട്ട് വരൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം 12 വർഷം മുമ്പ് ഈ കാക്കാനെ എനിക്കറിയാം. ഒരു 10 വർഷം മുമ്പ് ഇയാൾക്കൊരു ഇച്ചിരി കാറ്റ് കിട്ടണമെങ്കിൽ തന്നെ പെടക്കോഴീനെ കിടക്കണ കോഴിക്കൂട്ടിന്റെ സൈഡിൽ പോയി ചാഞ്ഞിരുന്നാലേ ആ കോഴിയുടെ ചിറകടിച്ചൊരു കാറ്റ് കിട്ടിയാലേ ഉള്ളൂ.
അത്രയ്ക്ക് നിന്ന ആളാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയി അള്ളാഹു കുറച്ച് നിയമത്തൊക്കെ കൊടുത്തു, കുറച്ച് റാഹത്തായി. അപ്പൊ അദ്ദേഹം പഴയ അവസ്ഥ എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. അത് പാടില്ലല്ലോ. നമ്മളൊക്കെ വന്ന വഴി മറക്കാൻ പാടില്ല. അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിജയമാണ്. മറന്നുപോയ പരാജയം.